എൻ്റെ ചങ്ങായിമാരെ, വള്ള അധ്യയനം പോയാലും കുഴപ്പമില്ല, വള്ള അധ്യയനം വന്നാലും കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാണ് ഈ തല്ലുടുന്നത് വെറുതെ? വള്ള ആര് തന്നതാ? അള്ള തന്നതാണ്. വള്ള ഈ ഭൂമിയിൽ വറ്റിച്ച് കളയാനും അള്ളാക്ക് വയ്ക്കും. അപ്പൊ നമ്മക്ക് വള്ള അധ്യയനം വന്നാലും കുഴപ്പമില്ല, വള്ള അധ്യയനം പോയാലും കുഴപ്പമില്ല. അട്ടില്ലേ എന്നാ ഈ വള്ള അധ്യയനം തന്നെ വരണം എന്നിട്ട് പറഞ്ഞിട്ട് വാശി പിടിക്കണോലും, വള്ള അധ്യയനം തന്നെ പോണെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കണോലും ഒന്ന് ചിന്തിക്കണട്ടില്ലേ. എന്താണെന്നറിയോ? ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ച ഫിർഔനും ഫിർഔന്റെ മന്ത്രിമാരും ഫിർഔന്റെ അനുയായികളും ഈ ഭൂമിയിൽ ചത്ത് കടന്നപ്പോ അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കി. എന്താണെന്നറിയോ? എത്ര നല്ല തോട്ടങ്ങളാണ് അവരിട്ടേച്ചു പോയത്, എത്ര നല്ല സ്ഥലങ്ങളാണ് അവർ കൊണ്ടുപോകാതെ പോയത്. ഇവിടുന്ന് പോകുമ്പോ നമ്മളൊന്നും കൊണ്ടുപോകില്ല. നിങ്ങൾക്കറിയോ കാറൂനെ? കാറൂനെ കാറൂന് മുതലാളിയായിരുന്നു. എങ്ങനത്തെ മുതലാളി എന്നറിയോ? കാറൂന്റെ ഖജനാവ് പൂട്ടിയിട്ട പൂട്ടിന്റെ താക്കോല് ചുമക്കാൻ ആയിരക്കണക്കിന് കുതിരകൾ ഉണ്ടായിരുന്നു. കാറൂന്റെ ഖജനാവ് ചുമക്കാനല്ല, കാറൂന്റെ ഖജനാവിന്റെ പൂട്ട് ചുമക്കാനല്ല, ആ ഖജനാവ് പൂട്ടിയിട്ട പൂട്ടിന്റെ താക്കോല് ചുമക്കാൻ ആയിരക്കണക്കിന് കുതിരകൾ ഉണ്ടായിരുന്നു. കാറൂന്റെ അധികാര പത്രാസ് കണ്ടപ്പോഴേ പല ആളുകളും പറഞ്ഞു നമുക്ക് കാറൂനെ പോലെ ആയാൽ മതിയെന്ന്. കാറൂന്റെ വാപ്പാക്ക് ഉണ്ടായാൽ മതിയെന്ന് നമുക്കെന്ന്, കാറൂന്റെ ഉമ്മാക്ക് ജനിച്ചാൽ മതിയെന്ന്. പക്ഷേ കാറൂനും ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോവാതെ മണ്ണിൽ മലർന്നു കടന്നപ്പോ പറഞ്ഞവരൊക്കെ മാറ്റി പറഞ്ഞില്ലേ, വേണ്ട നമുക്ക് അബദ്ധം പറ്റിപ്പോയി, ഇനി നമുക്ക് കാറൂനെ പോലെ ആവുകയേ വേണ്ട. അതുകൊണ്ട് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നവരെ, ചെറിയ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെ, നിങ്ങളാരും ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകൂല. നിങ്ങൾക്കറിയോ എത്ര വലിയ മുതലാളിമാർ ഇവിടെ ഉണ്ടാന്നു? മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ താഴെ പെട്ടതത്ഭുതമല്ലേ, സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്ര ചെയ്തതത്ഭുതമല്ലേ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബേ അതിൽ കടക്കേണ്ടതാണ് അസ്മാന. അതുകൊണ്ട് വള്ള അധ്യയനം വന്നാലും നമുക്ക് കുഴപ്പമില്ല, വള്ള അധ്യയനം പോയാലും നമുക്ക് കുഴപ്പമില്ല. കേട്ടില്ലേ? വള്ളത്തിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം തല്ലുവിടാതിരുന്നാൽ മതി നമുക്ക്. കാരണം എന്താണെന്നറിയോ? പ്രശ്നക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്.